ബംഗളൂരുവിൽ നിന്ന് മലബാറിലേക്കുള്ള ട്രെയിൻ യാത്രാ ദുരിതം നേരിട്ടറിയാൻ ശ്രമിക്കുകയാണ് 24 സംഘം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കായി ബംഗളൂരുവിൽ നിന്ന് 2 ട്രെയിനുകൾ മാത്രമാണ് നിലവിലുള്ളത്. റിസർവേഷൻ ടിക്കറ്റുകൾ കൃത്യമായി ലഭിക്കാത്തതിനാൽ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ സമാനതകളില്ലാത്ത ദുരിതമാണ് യാത്രക്കാർ നേരിടുന്നത്. ബംഗളൂരുവിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്കോ വടക്കൻ കേരളത്തിലൂടെയോ കടന്നു പോകുന്ന 2 ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് മംഗലാപുരം വഴി കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നതാണ്. അതായത് മലപ്പുറം, കോഴിക്കോട് എന്നീ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് ബംഗളൂരുവിൽ നിന്ന് ആകെ ഒരു ട്രെയിൻ മാത്രമേ നിലവിൽ ഓടുന്നുള്ളൂ. ജോലിക്കായും പഠനത്തിനായും ആയിരക്കണക്കിന് മലയാളികൾ ആശ്രയിക്കുന്ന ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ആ സാഹചര്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ബംഗളൂരുവിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിൻ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തന്നെ 10 മണിക്കൂറിലേറെ വേണം. കണ്ണൂരിലെത്താൻ 14 മണിക്കൂർ ആവശ്യമാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ യാത്രക്കാർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത്രയും മണിക്കൂർ ഈ ദുരിത യാത്ര അനുഭവിച്ചു വേണം അവർ അവരുടെ നാടുകളിലെത്താൻ. യൂറിയൻ പോകാനൊക്കെ കണ്ടില്ലേ, നല്ല ജെൻസൊക്കെ ഉള്ള കാരണം തിരക്ക് കൂടുതലാണ്. പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടും. അതുപോലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെയൊക്കെ കയറുന്നതാണ്, അതിലും നല്ല ബുദ്ധിമുട്ടാണ്. സേലം കൊണ്ട് കടന്നാൽ നമുക്ക് ഇരിക്കാനേ പറ്റില്ല, അത്രയും തിരക്കാണ്. അവിടെ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നു, സ്ത്രീകളൊക്കെ ഇങ്ങനെ കിടന്നിട്ടാണ് പോകുന്നത്, അത്രയും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ ഇല്ല. കാരണം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് അതിൻ്റെ റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇരുന്നിട്ടും ഫ്ലോറിൽ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. തിരക്കാണ്, ഫുള്ള് തിരക്കന്നെ, ഭയങ്കര തന്നെ. ഇത് ഒരു സീറ്റിൽ തന്നെ 4-5 ആൾക്കാരൊക്കെ ഇരിക്കണം. ട്രെയിനകത്ത് നിൽക്കാനും ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, അതായത് അത്ര തിരക്കാണ്. അപ്പം അതായത് എക്സ്ട്രാ ഒരു ട്രെയിന് ആവശ്യമാണ്. ഞങ്ങളുടെ യാത്ര കർണാടക തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ഹൊസൂരിൽ അവസാനിപ്പിക്കുകയാണ്. ഈ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ 10-12 മണിക്കൂർ യാത്ര ചെയ്യുന്നവർക്ക് സഹനശക്തിയുടെ പുരസ്കാരം നൽകേണ്ടി വരും. കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുക എന്നത് മാത്രമാണ് ഈ ദുരിതത്തിനുള്ള പരിഹാരം. അതിനിനിയും കാലതാമസം ഉണ്ടാകാതിരിക്കട്ടെ.